അല്ല പിന്നെ ദാ പിടിച്ചോ നിങ്ങൾക്കൊരു മന്തിയുടെ റെസിപ്പി. അതും എളുപ്പത്തിൽ വീട്ടിൽ ഏറ്റവും എളുപ്പമായ രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് മന്തിക്ക് ആവശ്യമായിട്ടുള്ള മസാല പ്രിപ്പയർ ചെയ്യുക എന്നതാണ്. ഓക്കെ, ഈ മസാലയിലാണ് നമ്മുടെ മന്തിയുടെ രുചി ഫുള്ളിരിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഈ അരച്ചെടുത്ത മിക്സ് തുറക്കുന്ന സമയത്ത് ഒരു സ്മെല്ല് വരും. എൻ്റെ പൊന്നോ, മന്തിയുടെ അപ്പം തന്നെ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് തോന്നും. ഇനി നമുക്കെന്ത് ചെയ്യണം, ചിക്കനിലോട്ട് മാഗി ക്യൂബ്, ദെൻ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാലയെ നമ്മളിത് നന്നായിട്ട് പുരട്ടിക്കൊടുത്ത് വെക്കണം. ഇത് ഇത്തിരി നേരം ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അത് സെറ്റ് ആവാനായിട്ട് വെക്കാം. ഓക്കെ, ആ സമയം കൊണ്ട് നമുക്ക് റൈസ് വെള്ളത്തിൽ കുതിർത്താനിടാം. ദെൻ ഒരു മണിക്കൂർ എന്ത് ചെയ്ത് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നമുക്ക് എന്ത് ചെയ്യണം, ആ ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചെയ്തേക്കുന്നത്. ഒരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ചിക്കനൊക്കെ അതിൽ വെച്ച് ഒരു മണിക്കൂർ ഞാൻ എന്ത് ചെയ്തു, വേവിച്ചു വെച്ചു. ദെൻ അതായിക്കോട്ടെ, ആ സമയം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം. ഇതുപോലെ തന്നെ റൈസ് നമ്മൾ 1 മണിക്കൂർ കുതിർത്താനായിട്ടിടണേ. ദെൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് റൈസൊക്കെ ആഡ് ചെയ്ത് വെള്ളം തിളച്ചതിന് ശേഷം വേണം റൈസ് ഇടാൻ വേണ്ടിയിട്ട്. റൈസൊക്കെ ആഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. ദെൻ വെള്ളം തിളച്ചതിന് ശേഷം അരിയിടാൻ സെറ്റാക്കാം. ദെൻ നമുക്ക് അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്, ആ വേവിച്ച് വെച്ച ചിക്കൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, ബട്ടറിലാണ് ഫ്രൈ ചെയ്യുന്നത്. അത് കുറച്ചും കൂടെ എന്താക്കും, ചിക്കനെ സോഫ്റ്റാക്കി തരും. ഓക്കെ, ചിക്കനിലോട്ട് ക്യാപ്സിക്കവും എല്ലാതും നമ്മൾ ഇട്ട് കൊടുക്കണേ. ആ സമയം കൊണ്ടാണ് കേട്ടോ നമ്മൾ അരി ഇട്ടതും അരി വേവിക്കാൻ വെച്ചതും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. നമ്മളിതൊക്കെ എന്താ പറയുക, നമ്മളിതൊക്കെ ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പണി പെട്ടെന്ന് കഴിയുമല്ലോ. അതാണ് എൻ്റെ പണി പെട്ടെന്ന് തീർത്താൽ നമുക്ക് സുഖമായിട്ട് പോയി ഒത്തിരിയിരിക്കാം. ഈ മന്തി ഉണ്ടാക്കാമെന്ന് പറയുന്ന കാര്യം വലിയ 10 മിനിറ്റ് കൊണ്ടോ അരമണിക്കൂർ കൊണ്ടോ തീരുന്ന പരിപാടിയൊന്നുമല്ല. അത്യാവശ്യം പണി എടുക്കുക തന്നെ വേണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എല്ലാതും നല്ല സൂപ്പറാക്കി സെറ്റ് ചെയ്ത് വെച്ച് ലാസ്റ്റ് ഞാൻ ഇന്നത്തേക്കാണ് മന്തി ചിക്കൻ നമ്മളിങ്ങനെ വെച്ച് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഹോട്ടലിലൊക്കെ കാണുന്ന മന്തിക്ക് ഒരു സ്മോക്കി ഫ്ലേവർ കൊടുക്കില്ലേ, ആ ഒരു ഐഡിയ ഞാനിവിടെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ട സത്യം പറഞ്ഞിട്ട് നിങ്ങൾ ചിരിച്ചാകും. ഞങ്ങൾക്കത് സെറ്റ് ചെയ്യാൻ പെട്ട ബുദ്ധിമുട്ട് അതിൽ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് നേരമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെച്ച് തുറന്ന്, എൻ്റെ പൊന്നോ, അടിപൊളിന്ന് വെച്ചാൽ അടിപൊളി. ശരിക്കും ഹോട്ടലിലത്തെ മന്തിൻ്റെ അതേ സ്മെല്ലെന്ന് പറഞ്ഞാൽ അതേ സ്മെല്ലായിരുന്നു. രുചിയും അതുപോലെ തന്നെയായിരുന്നു. എന്നാലും എനിക്കിഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.